നമസ്കാരം. ഈ സെക്ഷനിലേക്ക് സ്വാഗതം. ഫേഷ്യൽ ചികിത്സകളിൽ ഉപയോഗിച്ചു വരുന്ന ഒരു ജനപ്രിയ ഉപകരണമാണ് ബ്രഷിംഗ് യൂണിറ്റ് ഡിവൈസ്. ഇതിന് ചർമ്മത്തെ മൃദുവാക്കാനും എക്സ്ഫോളിയേറ്റ് ചെയ്യാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും അതോടൊപ്പം ക്ലയന്റിന് സുഖപ്രദമായി മസാജ് നൽകാനും സഹായിക്കുന്ന ഒരു കറങ്ങുന്ന ബ്രഷ് ഹെഡ് ഉണ്ട്. ലക്ഷ്യങ്ങൾ: ഈ സെക്ഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. ബ്രഷിംഗ് യൂണിറ്റ് എന്ന ഉപകരണവും അതിന്റെ ഭാഗങ്ങളും പ്രവർത്തനങ്ങളും എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ സാധിക്കും. ബ്രഷിംഗ് യൂണിറ്റിന്റെ പ്രയോജനങ്ങൾ ഓരോന്നോരോന്നായി വിവരിക്കാൻ സാധിക്കും. ബ്രഷിംഗ് യൂണിറ്റ് കൊണ്ട് ഫേഷ്യൽ ട്രീറ്റ്മെന്റ് ചെയ്തു കാണിക്കാൻ സാധിക്കും. ബ്രഷിംഗ് യൂണിറ്റ് എന്ന ഉപകരണവും അതിൻ്റെ ഭാഗങ്ങളും. ബ്രഷിംഗ് യൂണിറ്റ് എന്നത് കറങ്ങുന്ന ബ്രിസിൽസ് ഉപയോഗിച്ച് ചർമ്മത്തിലെ നശിച്ചുപോയ കോശങ്ങൾ നീക്കി വൃത്തിയാക്കി എക്സ്ഫോളിയേറ്റ് ചെയ്ത് രക്തചംക്രമണം വർദ്ധിപ്പിച്ച് ബാഹ്യചർമ്മത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്ന ഒരു ചർമ്മ പരിപാലന ഉപകരണമാണ്. ഈ ഉപകരണത്തിൻ്റെ ഭാഗങ്ങൾ ഇവയാണ്: ഹാൻഡിൽ, ബ്രഷ് ഹെഡ്, റൊട്ടേഷൻ മെക്കാനിസം, പവർ ബട്ടണും സ്പീഡ് സെറ്റിംഗ്സും. നമുക്ക് ഓരോ ഭാഗങ്ങളെയും കുറിച്ച് വിശദമായി പരിശോധിക്കാം. ഹാൻഡിൽ: ബ്രഷ് സൗകര്യമായി പിടിക്കാൻ ഹാൻഡിൽ സഹായിക്കുന്നു. മാത്രമല്ല, അവിടെയാണ് ഉപകരണത്തിൻ്റെ പവർ ബട്ടണും കൺട്രോളുകളും. ബ്രഷ് ഹെഡ്: ഉപകരണത്തിൽ നിന്ന് വേർപെടുത്താവുന്നതും കറങ്ങുന്ന ബ്രിസിലുകൾ ഘടിപ്പിച്ചതുമായ ഭാഗമാണ് ബ്രഷ് ഹെഡ്. റൊട്ടേഷൻ മെക്കാനിസം: ഈ മെക്കാനിസമാണ് ബ്രിസിലുകളെ കറക്കുന്നതും വൃത്താകൃതിയിൽ ചലിപ്പിക്കുന്നതും. പവർ ബട്ടണും സ്പീഡ് സെറ്റിംഗ്സും: സാധാരണയായി ഈ ഉപകരണത്തിൽ അത് ഓൺ അല്ലെങ്കിൽ ഓഫ് ചെയ്യാൻ ഒരു പവർ ബട്ടണും ഒന്നിലധികം സ്പീഡ് സെറ്റിംഗ്സും ഉണ്ടാകും. ബ്രഷിംഗ് യൂണിറ്റിൻ്റെ പ്രയോജനങ്ങൾ. ബ്രഷിംഗ് യൂണിറ്റ് എന്ന ഉപകരണം കൊണ്ട് ചർമ്മത്തിന് പല പ്രയോജനങ്ങളുമുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സ്ഫോളിയേഷൻ: ബ്രഷിംഗ് യൂണിറ്റ് ചർമ്മത്തിലെ നശിച്ചുപോയ കോശങ്ങളെ മുഴുവനായി നീക്കി മൃദുവായി എക്സ്ഫോളിയേഷൻ നൽകുന്നു. ഇത് ചർമ്മഘടനയെ പുഷ്ടിപ്പെടുത്തി തിളക്കമുള്ളതാക്കി ചർമ്മപരിപാലന ഉത്പന്നങ്ങൾ നന്നായി ആഗിരണം ചെയ്യുന്നതിലേക്ക് സഹായിക്കുന്നു. ഡീപ്പ് ക്ലെൻസിംഗ്: ബ്രഷിംഗ് യൂണിറ്റിലെ കറങ്ങുന്ന ബ്രിസിലുകൾ ചർമ്മസുഷിരങ്ങളിൽ നിന്നും അഴുക്ക്, എണ്ണമയം, മറ്റ് അവശിഷ്ടങ്ങൾ എന്നിവ നീക്കം ചെയ്ത് ചർമ്മത്തെ നന്നായി വൃത്തിയാക്കുന്നു. രക്തചംക്രമണവും ലിംഫാറ്റിക് ഡ്രെയിനേജും: കറങ്ങുന്ന ബ്രഷ് ഉപയോഗിച്ച് മസാജ് രക്തചംക്രമണവും ലിംഫാറ്റിക് ഫ്ലോയും വർദ്ധിപ്പിച്ച് ചർമ്മത്തിൻ്റെ വീക്കം കുറച്ച് ചർമ്മകാന്തി കൂട്ടി ആരോഗ്യകരമായ നിറം നൽകുന്നു. ചർമ്മാരോഗ്യം വർദ്ധിപ്പിക്കുന്നു. ബ്രഷിംഗ് യൂണിറ്റ് എന്ന ഉപകരണം നൽകുന്ന എക്സ്ഫോളിയേഷനും ഉത്തേജനവും നശിച്ച കോശങ്ങളെ നീക്കി കാലക്രമേണ നൂതനവും തിളക്കമാർന്നതുമായ ചർമ്മം നൽകുന്നു. മുഖത്തെ വരകളും ചുളിവുകളും കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ചർമ്മസംരക്ഷണ ഉത്പന്നങ്ങളുടെ മെച്ചപ്പെട്ട ആഗിരണം. ചർമ്മസംരക്ഷണ ഉത്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ബ്രഷിംഗ് യൂണിറ്റ് ഉപയോഗിച്ചാൽ അത് ഉൽപ്പന്നങ്ങൾ ആഗിരണം ചെയ്യുന്നതിന് തടസ്സങ്ങളായ മൃതകോശങ്ങളും അധികമുള്ള എണ്ണമയവും നീക്കി ചർമ്മത്തെ തയ്യാറാക്കുന്നു. ഇത് മോയ്സ്ചറൈസർ, മറ്റു ചർമ്മസംരക്ഷണ ഉത്പന്നങ്ങൾ എന്നിവ നന്നായി ആഗിരണം ചെയ്യാൻ സഹായകമാകും. വിശ്രാന്തിയും സ്ട്രെസ്സിൽ നിന്ന് ആശ്വാസവും. ബ്രഷിംഗ് യൂണിറ്റ് കൊണ്ടുള്ള മസാജ് സ്ട്രെസ്, ടെൻഷൻ എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകി വിശ്രാന്തി നൽകുന്നു. ക്ലയന്റിന് ഇനി പറയുന്ന പ്രശ്നങ്ങൾ ഏതെങ്കിലുമുണ്ടെങ്കിൽ ഫേഷ്യലിന് ബ്രഷിംഗ് യൂണിറ്റ് ഉപയോഗിക്കരുത്. മുഖക്കുരു കൂടുതലായി ഉണ്ടാകുന്നതും നീര് നിറഞ്ഞ മുഖക്കുരുക്കൾ ഉള്ളതുമായ മുഖമാണെങ്കിൽ, ചർമ്മത്തിൽ ചെറിയ രക്തഞരമ്പുകൾ ദൃശ്യമാണെങ്കിൽ. ബ്രഷിംഗ് യൂണിറ്റ് ഉപയോഗിച്ചുള്ള ഫേഷ്യലിന് മുമ്പ് ക്ലയന്റിനെ അതിന് സജ്ജമാക്കുക. ചർമ്മസംരക്ഷണത്തെക്കുറിച്ചുള്ള ക്ലയന്റിൻ്റെ സംശയങ്ങളും ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യവും ചോദിച്ചറിഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ബ്രഷിംഗ് യൂണിറ്റ് ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നും അതുകൊണ്ടുള്ള പ്രയോജനങ്ങളും
അത് എപ്രകാരം അവരുടെ പ്രതീക്ഷകൾ സാധ്യമാക്കുമെന്നും വിവരിക്കുക. ക്ലയന്റിന് അലർജിയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നും ചോദിച്ചറിയുക. അണുനാശിനി ഉപയോഗിച്ച് ബ്രഷിംഗ് യൂണിറ്റ് തുടച്ച് അണുവിമുക്തമാക്കുക. ബ്രഷിംഗ് യൂണിറ്റ് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. ട്രീറ്റ്മെന്റിന് തടസ്സമാകുന്ന വിധത്തിലോ ഉപകരണത്തിൽ കുടുങ്ങാൻ ഇടയുള്ളതോ ആയ കമ്മൽ, മാല, ബ്രേസ്ലെറ്റ് തുടങ്ങിയ ആഭരണങ്ങൾ അഴിച്ചുവെക്കാൻ ക്ലയന്റിനോട് നിർദ്ദേശിക്കുക. ക്ലയന്റിന് ധരിക്കാനായി ഒരു സലൂൺ ഗൗൺ കൊടുക്കുക. ശേഷം സുഖപ്രദമായ രീതിയിൽ ക്ലയന്റിനെ ഫേഷ്യൽ ബെഡിൽ കിടത്തുക. ഇനി നെറ്റിയോട് ചേർത്ത് ഹെയർ ബാൻഡ് ഇട്ടതിനു ശേഷം പ്രക്രിയ തുടങ്ങാം. ബ്രഷിംഗ് യൂണിറ്റ് ഫേഷ്യലിന്റെ നടപടിക്രമങ്ങൾ. ബ്രഷിംഗ് യൂണിറ്റ് ഫേഷ്യൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെങ്ങനെയെന്ന് നോക്കാം. ഈ പ്രക്രിയയ്ക്ക് 5 ഘട്ടങ്ങളുണ്ട്. അവ: ഘട്ടം 1 ചർമ്മം വൃത്തിയാക്കുക. ഘട്ടം 2 ആവശ്യമായ ബ്രഷ് തിരഞ്ഞെടുത്ത് ഉപകരണം പ്രവർത്തിപ്പിക്കുക. ഘട്ടം 3 ബ്രഷ് ചർമ്മത്തിനുമേൽ വയ്ക്കുക. ഘട്ടം 4 മുഖം കഴുകുക. ഘട്ടം 5 ചർമ്മം മോയ്സ്ചറൈസ് ചെയ്യുക എന്നിവയാണ്. ഇനി ഓരോ ഘട്ടങ്ങളും വിശദമായി നോക്കാം. ആദ്യം കോട്ടൺ പാഡിൽ എടുത്ത ക്ലെൻസിംഗ് മിൽക്ക് ഉപയോഗിച്ച് ക്ലയന്റിന്റെ മുഖത്തുനിന്നും മേക്കപ്പ് തുടച്ചു നീക്കുക. ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയ ഫേഷ്യൽ സ്പോഞ്ച് ഉപയോഗിച്ച് ക്ലയന്റിന്റെ മുഖം തുടയ്ക്കുക. വീര്യം കുറഞ്ഞ ക്ലെൻസർ വിരൽത്തുമ്പിൽ അല്പമെടുത്ത് ക്ലയന്റിന്റെ മുഖം മുഴുവനും മൃദുവായി തേച്ചു പിടിപ്പിക്കുക. ബ്രഷ് തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ക്ലയന്റിന്റെ ചർമ്മം ഏതു തരത്തിലുള്ളതാണെന്നും എന്തെങ്കിലും കരുതലുകൾ ആവശ്യമുണ്ടോ എന്നും മനസ്സിലാക്കുക. ശേഷം ക്ലയന്റിന്റെ ചർമ്മത്തിന് ഏറ്റവും അനുസൃതവും ഉദ്ദേശിച്ച ഫലം നൽകുന്നതുമായ ബ്രഷ് തിരഞ്ഞെടുക്കുക. ഫേഷ്യൽ ബ്രഷിംഗ് യൂണിറ്റ് നന്നായി ചാർജ് ചെയ്തിട്ടുണ്ടോ, ആവശ്യമുള്ള ബാറ്ററി പവർ ഉണ്ടോ എന്ന് പരിശോധിക്കുക. കേബിൾ ഉള്ള ഉപകരണമാണെങ്കിൽ പ്ലഗിൽ ശരിയായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ബ്രഷിന് പല സ്പീഡ് സെറ്റിംഗുകളുണ്ടെങ്കിൽ ക്ലയന്റിന്റെ ചർമ്മസ്ഥിതിക്കും സെൻസിറ്റിവിറ്റിക്കും യോജിക്കുന്ന സ്പീഡ് തിരഞ്ഞെടുക്കുക. ബ്രഷ് ഹെഡ് പ്രവർത്തിപ്പിക്കാൻ പവർ ബട്ടൺ അമർത്തുക. ഫേഷ്യൽ ബ്രഷിംഗ് യൂണിറ്റ് ക്ലയന്റിന്റെ മുഖത്ത് പ്രയോഗിക്കുന്നതിനു മുൻപ് നിങ്ങളുടെ കൈത്തണ്ടയുടെ ഉൾവശത്തോ ഒരു ടിഷ്യൂ പേപ്പറിലോ ബ്രഷ് ഹെഡ് ചെറുതായി പ്രവർത്തിപ്പിച്ച് കാണിച്ചു കൊടുക്കുക. ഇത് ഉപകരണത്തെക്കുറിച്ചും അത് പ്രയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന സെൻസേഷൻ എന്തെന്നതിനെക്കുറിച്ചും മനസ്സിലാക്കാനും ക്ലയന്റിനെ സഹായിക്കും. സെൻസിറ്റീവോ മൃദുലമോ ആയ ചർമ്മം ഉള്ളവർക്ക് കുറഞ്ഞ സ്പീഡും തീവ്രമായ ക്ലെൻസിങ്ങും എക്സ്ഫോളിയേഷനും ആവശ്യമുള്ളവർക്ക് കൂടിയ സ്പീഡും ആണ് സാധാരണയായി തിരഞ്ഞെടുക്കാറുള്ളത്. ഒരു നല്ല ശീലം: പ്രയോഗിക്കുന്നതിന് മുൻപ് ബ്രഷ് വെള്ളം ഉപയോഗിച്ച് നനയ്ക്കുക. ഇത് ചർമ്മത്തിൽ ബ്രഷ് അനായാസം നീങ്ങുന്നതിന് സഹായകമാകും. ബ്രഷ് ഹെഡ് ചർമ്മത്തിനു മുകളിൽ ചെറിയ ആംഗിളിൽ മെല്ലെ വയ്ക്കുക. ശരിയായി ചർമ്മത്തിൽ സ്പർശിക്കാൻ സാധാരണയായി 45 ഡിഗ്രി ആംഗിൾ ആണ് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ക്ലയന്റിന്റെ മുഖത്ത് ചെറിയ വൃത്താകൃതിയിൽ ബ്രഷ് ചലിപ്പിക്കുക. നെറ്റിയിൽ നിന്ന് തുടങ്ങി കവിളുകൾ, മൂക്ക്, താടി എന്നീ ക്രമത്തിലാണ് ഇത് ചെയ്യേണ്ടത്. ഈ പ്രക്രിയയിൽ ഉടനീളം ബ്രഷ് ബ്രിസിൽസ് ചർമ്മത്തെ സ്പർശിക്കുന്നുണ്ട് എന്ന് എപ്പോഴും ഉറപ്പുവരുത്തുക. ചെറിയ രീതിയിൽ മർദ്ദം കൊടുത്തുകൊണ്ട് ബ്രിസിൽസ് പ്രവർത്തിക്കാൻ അനുവദിക്കുക. അസ്വസ്ഥത ഉണ്ടാകാതിരിക്കാൻ ബ്രഷ് എപ്പോഴും ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കുക: കണ്ണിനു ചുറ്റുമുള്ള ഭാഗങ്ങളും മുറിവോ അസ്വസ്ഥതയോ ഉള്ള ഭാഗങ്ങളും ഒഴിവാക്കുക. ചർമ്മസാന്ദ്രത കൂടിയതും മുഖക്കുരു ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുള്ളതുമായ T-സോണിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഓരോ പ്രാവശ്യത്തെ ഉപയോഗശേഷവും ബ്രഷ് ഹെഡ് വൃത്തിയാക്കുക. അധികമുള്ള വെള്ളം പിഴിഞ്ഞു കളഞ്ഞ് കാറ്റുകൊണ്ട് ഉണങ്ങാൻ വയ്ക്കുക. നിർദ്ദിഷ്ട സമയം ഫേഷ്യൽ ചെയ്തതിനു ശേഷം അവശേഷിച്ച ഫേഷ്യൽ ക്ലെൻസർ നീക്കം ചെയ്യാനായി ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയ ഫേഷ്യൽ സ്പോഞ്ച് കൊണ്ട്
മുഖം തുടയ്ക്കുക. കോട്ടൺ പാഡ് ഉപയോഗിച്ച് ക്ലയന്റിന്റെ മുഖത്ത് ഫേഷ്യൽ ലോഷൻ പുരട്ടുക. ശേഷം ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഒപ്പി മുഖം ഉണക്കുക. മോയ്സ്ചറൈസർ ഫേസ് ക്രീം ഉപയോഗിച്ച് ചർമ്മം മോയ്സ്ചറൈസ് ചെയ്യുക. ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുന്നു. ഈ സെക്ഷനിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രഷിംഗ് യൂണിറ്റ് ഡിവൈസിന്റെ പ്രവർത്തനങ്ങളും ഭാഗങ്ങളും, ബ്രഷിംഗ് യൂണിറ്റ് ഡിവൈസിന്റെ പ്രയോജനങ്ങൾ, കൂടാതെ ബ്രഷിംഗ് യൂണിറ്റ് ഫേഷ്യൽ ചികിത്സയുടെ നടപടിക്രമങ്ങൾ. വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും അടുത്ത സെക്ഷനിൽ കാണാം.